അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റാസി വിഷൻ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന അൽ മസായിൽ കർമ്മശാസ്ത്ര ചർച്ചാ ക്ലാസ് സീസൺ 3യിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സാനി മറ്റൊരു സംശയം അഖീഖത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ ഒന്നിലധികം അഖീഖത്ത് അറക്കാൻ പാടുണ്ടോ, ചെയ്യാൻ പറ്റുമോ? ഷർവാനിയിലും ബുഷർ കരീമിലും പറഞ്ഞിട്ടുണ്ട് എത്രയും അറക്കാം. ഒരു കുട്ടീനെ ഉദ്ദേശിച്ചിട്ട് തന്നെ എത്ര അഖീഖത്ത് വേണമെങ്കിലും അറക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അതിൽ മറ്റൊരു സംശയം ഉള്ളത്, അപ്പോൾ നമ്മൾ അഖീഖത്ത് അറുത്ത് അപ്പോൾ അതിൻ്റെ മാംസം നമ്മൾ സ്വതക്ക ചെയ്യലാണ്. ഈ സ്വതക്ക ചെയ്യുമ്പോൾ ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഉളുഹിയത്തിനും അഖീഖത്തിനൊക്കെ ആ വിഷയത്തിൽ ഒരേ നിയമമാണ്. ഉളുഹിയത്തിനും അതേ നിയമം തന്നെയാണ്. അമുസ്ലിങ്ങൾക്ക് നൽകാൻ പാടില്ല എന്നാണ് നിയമം. അഖീഖത്തിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ഉളുഹിയത്തിൻ്റെ നിയമത്തിനോട് സാദൃശ്യമുള്ള തന്നെയാണ്. പിന്നെ അത് എന്നാണ് അറക്കേണ്ടത്, എപ്പോഴാണ് ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പിന്നെ മുടി കളയുക, അതുപോലെ പേരിടുക, അറിവ് നടത്തുക, അതൊക്കെ 7-നാണ് സുന്നത്തുള്ളത്. അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ 14-നാണ്. അതിനും സാധിച്ചില്ലെങ്കിൽ പിന്നെ 21-നാണ്. അവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ സുന്നത്ത് എടുക്കാമെന്ന് മാത്രം. പക്ഷെ അതിൻ്റെ അഫ്ളലിയത്ത് നഷ്ടപ്പെടും. പേരിടുക, മുടി കളയുക, അഖീഖത്ത് അറുക്കുക എന്നുള്ളത്. അപ്പോൾ ആ തർത്തീബ് അനുസരിച്ച് ഏറ്റവും അഫ്ളൽ 7-ന് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറുക്കുമ്പോൾ തന്നെ ഇന്ന് ചില ആളുകളുടെ ഇപ്പോൾ ഇന്നൊക്കെ അത് മാറി തോന്നുന്നുണ്ട്. ഇപ്പോൾ കുട്ടീൻ്റെ മുടി കളയുന്ന അന്ന് തന്നെയാണ് അഖീഖത്ത് അറുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്താകണമെന്നുള്ളൊരു വാശി ചില ആളുകൾക്ക് ഇല്ല. ആദ്യം നമ്മൾ പേരിടുകയാണ് ചെയ്യേണ്ടത്. ആദ്യം പേര് വിളിക്കാം. എന്നിട്ട് പിന്നെ ആ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, മൃഗത്തിന് അറക്കണത്. അഥവാ ഇപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരെങ്കിൽ ഫാത്തിമക്കുള്ള അഖീഖത്ത് അറക്കാണെന്നുള്ള നീത്ത്. അപ്പോൾ ആദ്യം പേരിടണം, എന്നിട്ട് അറിവ് നടത്തണം, എന്നിട്ട് മുടി കളയണം. ആ തർത്തീബുണ്ട്. ഫിക്കിയിലൊക്കെ സുമ്മ 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 എന്നാണ്. ആദ്യം തസ്മിയത്ത് ഇടുക, പിന്നെ പേര് വിളിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ദബ്ഹ്, പിന്നെ മുടി കളയൽ. അപ്പോൾ ഇതിലുള്ള ആളുകൾക്ക് സംശയമാണ്. ഇപ്പോൾ നമ്മൾ അഖീഖത്ത് കുറച്ച് വൈകിട്ടാണ് അറക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുടി കളയും കുറച്ച് നേരത്തും മുടി കളയും. അപ്പോൾ 7-ന് അല്ലെങ്കിൽ 3-ന് അല്ലെങ്കിൽ 14-നൊക്കെ മുടി കളയും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അഖീഖത്ത്. അപ്പോൾ ഇത് രണ്ടും ആദ്യം മുടി കളയാണ് ചെയ്യുന്നത്, പിന്നെയാണ് അറക്കുന്നത് എന്നുള്ളത് ആ സംശയമാണ് ഇതിന്. അപ്പോൾ ഇത് ഒരു ദിവസം വരുമ്പോഴാണ് നമുക്ക് തർത്തീബ് കിട്ടണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാം. എന്നാൽ ആദ്യം മുടി കളയാണ് പിന്നെയാണ് അറക്കണത് നിങ്ങൾ പറഞ്ഞല്ലോ. അതേസമയത്ത് ആദ്യം അറക്കാണ്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മുടി കളയണമെങ്കിൽ നമുക്ക് ഈ സുമ്മ ആയതുകൊണ്ട് സുമ്മക്ക് കാലതാമസം ഉണ്ടല്ലോ. ഈ അത്തുഫിന് അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ. സുമ്മ കൊണ്ട് അത്തുവിടുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള അർത്ഥം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഇതിന്റെ പരിധിപ്പെടുന്ന വേണ്ടി പറയാം. വാവാണെങ്കിൽ വത്തസ്മിയത്തു വദ്ദബുഹു അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടനെ തുടരെ ഇങ്ങനെ വരണമെന്ന് പറയാം. ഇത് സുമ്മയാണ് ഫിക്കിലോ കാണുന്നത്, പിന്നീട്. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ തർത്തീബ് തന്നെയാണ് മാറി. ആദ്യം മുടി കളഞ്ഞു, ലാസ്റ്റാണ് പിന്നെ അറിവ് വരുന്നത്. അപ്പൊ സുന്നത്ത് കിട്ടി, ഈ തർത്തീബ് നഷ്ടപ്പെട്ടു. അത് ഒരു ദിവസം ആകുമ്പോഴേ നടക്കുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ചല്ല ആവേണ്ടതില്ല. കാരണം ആ സുന്നത്ത് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്താണല്ലോ സാഹചര്യം ഉണ്ടായിട്ട്. കാരണം രണ്ട് സമയത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് ചിലപ്പോൾ പൂക്കലൊക്കെയാണ്. എത്രത്തോളം അവിടെ ആയോ? ഇന്നിപ്പോ മിസ് കോൾ അടിക്കലാണ്. അതെ, മൊബൈൽ എടുത്തിട്ട് എവിടെ മിസ് കോൾ വരുമ്പോൾ അപ്പോൾ അവിടെ തുടങ്ങി അവിടെ റെഡിയാൻ കത്തി, അവിടെ ഇവിടെയും കത്തി ഒപ്പം വെക്കുക. അതൊക്കെ ജനങ്ങൾ ഉണ്ടാക്കുന്ന ചില ഹുക്കുമുകളാണ്. അതങ്ങനെ ആവണം എന്നുള്ളൊരു തോന്നലാണ്. അതിലെന്തോ ഒരു ശ്രേഷ്ഠത ഉണ്ടെന്ന് കരുതുന്നു തോന്നി. ഇനി മറ്റൊരു സംശയം, ഇനി നേർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരാൾ ഒരു ആടിനെ നേർച്ചയാക്കി പള്ളിയിലേക്കോ അതുപോലെ മദ്രസയിലേക്കോ എന്ത് ചെയ്യും, അത് നേർച്ചയാക്കി ഈ ആട് കുറച്ച് അങ്ങനെ വലുതായി, ഇയാൾ ഒരു ദിവസം ആടിനെ വിറ്റിട്ട് അതിന് പൈസ കൊടുത്താൽ മതിയാണ്. നേർച്ചയാക്കിയാൽ ഒരാടിനെ നേർച്ചയാക്കിയാൽ ആ ആടിനെ തന്നെ കൊടുക്കണം. പൈസ കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മളെ തോഫയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. തഴീനാക്കിയാൽ അഥവാ ആടിനെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ആടിനെ തന്നെ കൊടുക്കണം എന്ന്. ഏത് വസ്തുവായാലും, ആട് എന്നുള്ളതൊരു ഉദാഹരണം ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അരിയാണെങ്കിൽ അരി, അതുപോലെ ഏത് വസ്തുവാണെങ്കിലും തഴീൻ ചെയ്താൽ ആ സാധനം തന്നെ കൊടുക്കണം. അപ്പോൾ സ്വലാത്ത് വാർഷികത്തിന് 1 ചാക്ക് അരി ഞാൻ കൊടുക്കാം എൻ്റെ കുട്ടിയുടെ രോഗം മാറുകയാണെങ്കിൽ എന്നൊരാൾ നേർച്ചയാക്കി.
അങ്ങനെ സലാത്ത് വാർഷികം വന്നാൽ ഒരു ചാക്ക് അരിൻ്റെ പൈസ എത്രയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു 1500 രൂപ ഏണെന്ന് പറഞ്ഞാൽ ആ 1500 രൂപ കൊടുത്താൽ നേർച്ച കൂടില്ല. അതേ സമയത്ത് ആ ഒരു ചാക്ക് അരി തന്നെ വാങ്ങിയിട്ട് ആൾ കൊടുക്കണം, അല്ലെങ്കിൽ വക്കാലത്താക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം അത് കമ്മിറ്റിക്കാരെ വക്കാലത്താക്കാം. പക്ഷെ ഇവിടെ വക്കാലത്ത് നടക്കണില്ലെങ്കിലാണ് ഒരു ചാക്ക് അരി ഞാൻ കൊടുക്കാൻ തീർച്ചയാക്കിയെന്നും പറഞ്ഞ് 1500 രൂപ കൊടുക്കുകയാണ്. ഇതൊരു ചാക്ക് അരിൻ്റെ പൈസ ഇട്ട് പറഞ്ഞാൽ അത് വക്കാലത്താവില്ല. വക്കാലത്തിന് ചെയ്യാറുണ്ടേ. അപ്പം ഞാൻ ചെയ്യേണ്ടത് ഞാൻ വേറെ ആളെ ഏൽപ്പിക്കലിനെ വക്കാലത്ത് തരണം. അപ്പം ഞാനിങ്ങനെ ഒരു ചാക്ക് അരി തരാൻ വേണ്ടി നീർച്ചാക്കിയിട്ടുണ്ട്, ഞാൻ ആ അരി വാങ്ങാൻ വേണ്ടി നിങ്ങളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞ് ഒരു വക്കീലിനെ ഏൽപ്പിച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ നീർച്ച കൂടില്ല. നമ്മളങ്ങനെ കണ്ടമാനം പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ആടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ആടിനെ കൊടുക്കാറിഞ്ഞ ആടിനെ തന്നെ കൊടുക്കണം. അതേപോലെ നമ്മൾ പള്ളിയിലേക്കൊക്കെ ഒരു ലോഡ് കല്ല്, അല്ലെങ്കിൽ സിമെന്റ്, മെറ്റൽ, അതുപോലെ അതിൻ്റെ വസ്തുക്കൾ അതുപോലെ നമ്മൾ കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കണം. ഈ തഴിയും ചെയ്താൽ അത് തന്നെ കൊടുക്കണം പൈസ. ഇപ്പൊ സിമെന്റ് ഒക്കെ സാധാരണ അങ്ങനെ ചെയ്യലുണ്ട്. പള്ളിപ്പണിക്ക് ഇത്ര ആക്കിയാൽ നേർച്ചയാക്കിയാണ്, അതിന് പൈസ കൊടുക്കുക. അതിന് പൈസ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തിയെ വക്കാലത്താക്കണം, കമ്മിറ്റിനല്ല, ഒരു വ്യക്തിയെ വക്കാലത്താക്കണം. സെക്രട്ടറിനെ, പ്രസിഡന്റിനെ, ആരെങ്കിലും ആളെ വക്കാലത്താക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ നേർച്ചയാക്കിയതാണ്. അതെ, നിർബന്ധമായ ഒരു കാര്യമില്ലേ. അതുപോലെ ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഉദാഹരണം ആടന്നെ ആയിക്കോട്ടെ, ഒരാടിന് ഒരാൾ നേർച്ചയാക്കി, ഇത് പള്ളിയിലേക്ക് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ആടിന് പകരം ഇനി വേറൊരാടിനെ കൊടുക്കാൻ പറ്റുമോ? ആ ആട് ഉണ്ടായിരിക്കെ വേറൊരാടിനെ കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ ആടിനെ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ആ ആടിനെ തന്നെ കൊടുക്കണം. ആടിനവിടെ ഓന് തയം ചെയ്തു, ഈ ആടിനെ എന്ന് പറഞ്ഞു. അല്ല ഞാൻ ഒരു ആടിനെ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ആടൊന്നും അവിടെ നിലവിലില്ല. ഞാനൊരു ആടിനെ കൊടുത്തോളാം പറഞ്ഞ ഏത് ആടിനെയും കൊടുക്കാം, ആടായാൽ മതി. പക്ഷെ ഇവിടെ ഈ ആടിനെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആടന്നെയാണ് നേർച്ച വസ്തു. തയ്യനുണ്ട്. അപ്പൊ ഈ ആടന്നെയാണ് നേർച്ച വസ്തു. അതുകൊണ്ട് തന്നെ ആ ആടിനെ തന്നെ കൊടുക്കണം. വേറെ ആട് പറ്റില്ല. അതിന് പകരം പശു പറ്റൂല, അതിന് മൂര് പറ്റൂല, ഒന്നും പറ്റില്ല. അതിനേക്കാൾ വലിയ സാധനമാണ്, എന്നാലും പറ്റൂല. ഇതില് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയം, അപ്പോൾ ആടിനെ, കോഴീനെ എന്തെങ്കിലും നേർച്ചയാക്കി അത് ചത്തുപോയി, അപ്പോൾ അതിന് ഇയാൾ ഉത്തരവാദിയാണോ? അല്ല, അത് ഇയാൾ ഉത്തരവാദിയല്ല. കാരണം അയാൾ അതിനെ നേർച്ചാക്കിയിട്ട് കൊടുക്കാനുള്ള സാഹചര്യത്തിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് മുമ്പ് ഉത്തരവാദിയല്ല. അപ്പോൾ അത് ആ കാര്യത്തിൽ പേടില്ല. ഇനി മറ്റൊരു സംശയമുള്ളത്, അപ്പോൾ നമ്മൾ നേർച്ചൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ നേർച്ചയാക്കി ഞാനൊരു എത്തിയൻകുട്ടിയെ വിവാഹം കഴിക്കുന്നു, ഒരു പെൺകുട്ടിയെ, എത്തിയമായ പെൺകുട്ടിയെ അങ്ങനെ നേർച്ചയാക്കാൻ പാടുണ്ടോ? നേർച്ചയാക്കിയാൽ നേർച്ച വീട്ടേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും സുന്നത്തായ ഒരു സംഗതിയാണ് നമ്മൾ നേർച്ചയാക്കുക. സുന്നത്താണ്, നിർബന്ധമായിട്ട് മാറ്റാണ് നേർച്ച അറിഞ്ഞാൽ. എത്തിൻകുട്ടിനെ കല്യാണം കഴിക്കാന്നുള്ള സുന്നത്തുള്ള കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഇനിയിപ്പോൾ അത് അങ്ങനെ ഒരാൾ നേർച്ച ആക്കി അപ്പോൾ കെട്ടി, അത് ഹറാമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കെട്ടൽ നിർബന്ധമില്ല, കാരണം നേർച്ച ശരിയല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു എത്തിക്കുട്ടിനെ അന്വേഷിച്ച് നടന്നു, എത്തിക്കുട്ടിനെ കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല, ഹലാലായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നേർച്ച നിർബന്ധമാവില്ല എന്നർത്ഥം. അങ്ങനെ അവൻ കരുതിയാൽ തന്നെ കിട്ടുകയാണെങ്കിൽ കെട്ടാ, അൽഹംദുലില്ലാ. ഇനി കെട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നർത്ഥം. നേർച്ച ആവണമെങ്കിൽ സുന്നത്തായ ഒരു കാര്യമാണ് നമ്മൾ നേർച്ചയാക്കണം.